ഹലോ. അപ്പോൾ സ്വാലിഹ് എന്ന് പറയുന്ന ചിത്രത്തിലെ ആ മുസ്ലിയാരായിട്ട് അഭിനയിച്ച നടൻ, താങ്കളുടെ പേരെന്തായിരുന്നു? ആ, ഫസ്റ്റ് പടമാണോ? പ്രേക്ഷകരുടെ പൾസ് നിയന്ത്രിച്ചൊരു കഥാപാത്രം, പ്രഷർ കൂട്ടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് താങ്കൾ എത്തുന്നത്. അത് താങ്കൾ എന്ന് പറയുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. താങ്കളുടെ മകനായിട്ട് ചെയ്ത് അല്ലേ? പേരെന്തായിരുന്നു മോൻ്റെ പേരെന്താ? മിഹ്റാസ്. ഓക്കെ, മിഹ്റാസിൻ്റെ ഫസ്റ്റ് സിനിമയാണോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചപ്പോഴുള്ള? കാരണം ഇദ്ദേഹം എവിടെ നിന്ന് ഇത്? ആ, എന്തായിരുന്നു ചെയ്യുന്നത് നേരത്തെ? നാടക നടനാണ്. അപ്പൊ പിന്നെ പിടിച്ചാൽ കിട്ടൂല. കാരണം ലൈവായിട്ട് പ്രേക്ഷകരോട് ഒരു കട്ടില്ലാതെ സംവദിക്കുന്ന കലാകാരനാണ്. അപ്പോൾ അതിന്റെ മുമ്പിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ ഒപ്പം പിടിച്ചിരിക്കാൻ മോന് പറ്റിയോ? നിങ്ങളെ രണ്ടുപേരെയും ഈ ഒരു സിനിമയിലേക്ക് ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് വിജയിപ്പിക്കാൻ സംവിധായകൻ്റെ ഒരു പങ്ക് ചെറുതല്ല. സിദ്ദിഖ് പറവൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം എത്രമാത്രം ഒരു സംവിധായകൻ എന്ന നിലയിൽ നിങ്ങളെ കഥാപാത്രമായി മാറാൻ സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളെ ഇപ്പോൾ ഇവിടെ നിൽക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ കാരണക്കാരനാക്കിയത് അദ്ദേഹം തന്നെയാണ്. നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് പറവൂരാണ്. അതിനൊരു സംശയമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വളരെ നന്നായി എന്നാണ് പ്രേക്ഷകരുടെ ഉള്ളിലിരുന്നിട്ടാണ് ഞങ്ങൾ സിനിമ കണ്ടത്. എല്ലാവരും തന്നെ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി വേറെ സിനിമ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നല്ല, പക്ഷെ ചെയ്തത് ഗംഭീരമായി എന്നുള്ളത്. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തന്നെ താങ്കൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അതേപോലെ ഈ മോനും കിട്ടും. മോനെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് പേരിലേക്ക് ഈ സിനിമ എത്തട്ടെ. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് രണ്ടുപേരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.